ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു സ്റ്റോറീസ് ഓഫ് റേഹു. എടി ആലീസെ, എന്തൊരു ഉറക്കാടിയത്, എണ്ണീറ്റെ. ഇന്ന് ഞായറാഴ്ച അല്ലയോ, കുർബാനയ്ക്ക് പോകേണ്ടതല്ലേ? മേരി തിരക്കിനിടയിലും അടുക്കളയിൽ നിന്ന് ഓടി വന്ന് അവളെ വിളിച്ചുണർത്തി. എന്റെ അമ്മച്ചി, എന്തൊരു ശല്യ ഇത്. ഞായറാഴ്ച ആയിട്ട് മനുഷ്യനെ ഉറങ്ങാനും സമ്മതിക്കില്ലേ? കഷ്ടമുണ്ട്. ദൈവകോപം വരുത്തി വെക്കാതെ എണ്ണീറ്റ് പള്ളിയിൽ പോടി. അപ്പുറത്തെ മുറിയിൽ നിന്നും വല്യമ്മച്ചിയും ആലീസിനോട് വിളിച്ചു പറഞ്ഞു. ശരി മഹാറാണി. വല്യമ്മച്ചിയെ കളിയാക്കിക്കൊണ്ട് അവൾ അടുക്കളയിലേക്ക് നടന്നു. മേരിയുടെയും ജോസിന്റെയും മൂത്ത മകളാണ് ആലീസ്. അവൾ 10ാം ക്ലാസ്സിൽ പഠിക്കുന്നു. പഠിത്തത്തിൽ മിടുക്കിയാണ് അവൾ. ഇളയ കുട്ടിയാണ് ലീന. അവൾ 8ാം ക്ലാസ്സിലും പഠിക്കുന്നു. സന്തുഷ്ട കുടുംബമായിരുന്നു അവരുടേത്. എന്നാൽ ഇപ്പോഴോ, 2 വർഷമായിട്ട് ആ കുടുംബത്തിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം മേരിക്ക് മാത്രമായി. അച്ഛനായ ജോസ് ആകെ കുടുംബത്തിൽ ഒരു ഉത്തരവാദിത്വവും കാണിക്കാതെ കൂട്ടുകാരുമൊത്ത് കുടിയും ചീട്ടുകളയുമായി ജീവിതം തള്ളി നീക്കുന്നു. 2 പെൺകുട്ടികളാണ് വളർന്നു വരുന്നതെന്ന് ഒരു ചിന്തയും അയാൾക്കില്ല. ആകെ ചെയ്യുന്ന പണിയാകട്ടെ സ്വന്തം പറമ്പിലെ 50ഓളം റബ്ബർ വെട്ടും. അതും മേരിയുടെ നിർബന്ധത്താൽ. പണ്ടൊക്കെ മറ്റു വീട്ടിലെ റബ്ബർ തോട്ടങ്ങളിലൊക്കെ ടാപ്പിംഗ് ചെയ്യാൻ പോകുമായിരുന്നു. നല്ല വരുമാനവും ഉണ്ടായിരുന്നു ജോസേട്ടന്. ഇപ്പോൾ കൂടുതലും കൂട്ടുകെട്ടും കള്ളുകുടിയുമായി പോകുന്നു. വേഗത്തിൽ പശുവിനെ കറന്നെടുത്ത് പാലുമായി തൊഴുത്തിൽ നിന്നും മേരി ചേച്ചി എത്തി. പാല് പല പല കുപ്പികളിൽ നിറച്ച് അടുത്ത വീടുകളിലേക്ക് കൊടുത്തുവിട്ടു. ഇളയ കുട്ടി ലീനയ്ക്കാണ് പാല് മറ്റു വീടുകളിൽ കൊണ്ടു കൊടുക്കുന്ന ഡ്യൂട്ടി. എടി ആലീസെ, കുറച്ച് വൈക്കോല് പശുവിന് ഇട്ട് കൊടുത്തിട്ട് വേഗം കുളിച്ചിട്ട് വായോ. ശരി അമ്മച്ചി. ആലീസ് മറുപടി പറഞ്ഞിട്ട് വേഗം കുളിക്കാനായി കയറി. കോഴിക്കോട് തുറന്നുവിട്ട് കോഴിക്ക് തീറ്റയും കൊടുത്തിട്ടാണ് മേരി ചേച്ചിയും കുളിക്കാൻ പോയത്. പാല് വിറ്റും കോഴിമുട്ട വിറ്റും പറമ്പിലെ കുറച്ച് റബ്ബറും മാസച്ചിട്ടി നടത്തിയുമൊക്കെയാണ് മേരി ചേച്ചി ആ കുടുംബം മുന്നോട്ട് കൊണ്ടുപോയിരുന്നത്. റബ്ബർ ഷീറ്റ് വിൽക്കുമ്പോൾ ടാപ്പിംഗ് ചെയ്യുന്നതിന് ഒരു വീതമായ ഒരു തുക ജോസേട്ടനും അയാൾക്ക് മിനുങ്ങാനായി എടുക്കുമായിരുന്നു. അമ്മയും മകളും കൂടി കുളി കഴിഞ്ഞ് വേഗത്തിൽ ഞായറാഴ്ച കുർബാനയ്ക്കായി പള്ളിയിലേക്ക് പോയി. ജോസേട്ടൻ മാത്രം പള്ളിയിൽ പോയില്ല. പണ്ടൊക്കെ സ്ഥിരമായി പള്ളിയിൽ പോകുന്നതായിരുന്നു. പിന്നെ പിന്നെ തീർത്തും പോകാതായി. വഴിയിൽ വെച്ചൊക്കെ പള്ളിയിലെ അച്ഛനെ കാണുമ്പോൾ മുങ്ങുമായിരുന്നു ജോസേട്ടൻ. കുർബാന കഴിഞ്ഞ് പള്ളിയുടെ വെളിയിലെത്തി അവരെ പിറകിൽ നിന്നും അച്ഛൻ വിളിച്ചു. ആലീസെ, ഒന്ന് നിന്നേ. എന്താ അച്ചോ? നിന്റെ പഠിപ്പൊക്കെ എങ്ങനെ പോണു? കുഴപ്പമില്ല അച്ചോ, നന്നായി പഠിക്കുന്നുണ്ട് ഞാൻ. ആലീസ് മറുപടി പറഞ്ഞു. ആ കുടുംബത്തിന്റെ എല്ലാ കാര്യങ്ങളും അച്ഛൻ അറിയാമായിരുന്നു. ആലീസിനെ വലിയ ഇഷ്ടമായിരുന്നു അച്ഛന്. കാരണം ആലീസ് നന്നായി പാട്ട് പാടുമായിരുന്നു. മേരി, എനിക്ക് ജോസിനോട് കുറച്ച് സംസാരിക്കണം. നീ അവനോട് എന്നെ വന്നൊന്ന് കാണാൻ പറ. അച്ഛൻ പറഞ്ഞു. പറയാ അച്ചോ. അവന് എന്നെ കണ്ടു കഴിഞ്ഞാൽ പിശാചിന് കുരിശ് കാണുന്ന പോലെയാണ്. അപ്പൊ തന്നെ ഓടി ഒളിക്കും. ചെറു ചിരിയോടെ അച്ഛൻ പറഞ്ഞു. അത് കേട്ട് ആലീസിനും ലീനയ്ക്കും ചിരി അടക്കാൻ കഴിഞ്ഞില്ല. അച്ഛനോട് യാത്ര പറഞ്ഞ് മൂവരും പള്ളിയുടെ നടയിറങ്ങുമ്പോൾ താഴെ റോഡ് സൈഡിൽ പുതിയൊരു ബെൻസ് കാർ പാർക്ക് ചെയ്തിരുന്നു. നാട്ടിലെ വലിയ പ്രമാണിയായ ജിമ്മിച്ചായന്റെ മകൻ ടോണി ആയിരുന്നു ആ കാറിൽ. എല്ലാ ഞായറാഴ്ചകളിലും ടോണി ഇങ്ങനെ കാത്തു നിൽക്കുമായിരുന്നു. അത് ആലീസിനെ കാണാനായിരുന്നു എന്ന് അവൾക്ക് നന്നായി അറിയാം. അന്നൊരിക്കൽ പള്ളിയിലെ തന്റെ പാട്ട് കേട്ടിട്ട് ടോണി നേരിട്ട് വന്ന് അവളോട് തന്റെ പാട്ട് വളരെ നന്നായിട്ടുണ്ട് എന്ന് പറഞ്ഞിരുന്നു. അന്നു മുതലാണ് ടോണി തന്നെ ഒളികണ്ണു കൊണ്ട് നോക്കാറും ഇങ്ങനെ കാത്തു നിൽക്കാറുമുള്ളത്. പക്ഷെ ഇതൊന്നും ലീനയ്ക്കും അമ്മച്ചിക്കും അറിയില്ലായിരുന്നു. അവർ പള്ളിയിൽ നിന്നും വീട്ടിലെത്തിയ ഉടനെ തന്നെ ജോസേട്ടൻ വീട്ടിൽ നിന്നും ഇറങ്ങിക്കൊണ്ട് ചോദിച്ചു. അമ്മയും മക്കളും ഇതെവിടെ പോയിരുന്നു ഇതുവരെ? പള്ളിയിൽ എന്നാ വലിയ കല്യാണവും ഉണ്ടായിരുന്നോ? ചെറു ചിരിയോടെ ചോദിച്ചു. ഇല്ലച്ചാ, ലീനമോൾ പറഞ്ഞു. അച്ഛൻ സംസാരിക്കാൻ വന്നതാ അമ്മച്ചിയോട്. അച്ഛൻ പറഞ്ഞു ജോസിനോട് അച്ഛനെ വന്നൊന്ന് കാണണമെന്ന്. ഓ വേണ്ടായേ, അങ്ങേരുടെ ഒടുക്കത്തെ ഉപദേശം കേൾക്കാൻ നമ്മളില്ലേ. അത് കാരണമാണ് ഞാൻ പള്ളിയിൽ പോലും വരാത്തത്. ചെറു പരിഹാസത്തോടെ ജോസേട്ടൻ പറഞ്ഞുകൊണ്ട് വീട്ടിൽ നിന്നും ഇറങ്ങി നടന്നു. ഞായറാഴ്ചകളിൽ ഇങ്ങനെയാണ്. പള്ളിയിൽ പോയി അവർ വന്നാൽ ഉടൻ തന്നെ ജോസേട്ടൻ വീട്ടിൽ നിന്നും ഇറങ്ങി കൂട്ടുകാരുടെ വീടുകളിൽ കൂടും. പിന്നെ കുടിയും തമാശകളുമായി രാത്രിയായിട്ടേ വീട്ടിൽ കയറുകയുള്ളൂ. ഡ്രസ്സ് മാറി വന്ന ആലീസിന്റെ കയ്യിൽ കപ്പ തൊണ്ട് കളഞ്ഞ് കഷ്ണങ്ങളാക്കാൻ കൊടുത്തിട്ട് മേരി ചേച്ചി തൊടിയിലെ കാന്താരിമുളക് പറിക്കാനായി പോയി. കാന്താരിമുളകുമായി പരിഭ്രാന്തിയായി വന്ന അമ്മച്ചിയോട് ലീനമോൾ ചോദിച്ചു. എന്താ അമ്മച്ചി ഇങ്ങനെ പേടിച്ചരണ്ടിരിക്കുന്നത്? ആലീസ് എന്തേടി? അവളോട് തൊടിയിലേക്കൊന്നും ഇറങ്ങല്ലേ എന്ന് പറ. എന്താ അമ്മച്ചി പറ്റിയത്? ആലീസ് അടുത്തേക്ക് വന്ന് ചോദിച്ചു. എന്റെ ആലീസെ, ഞാൻ കപ്പയ്ക്ക് കൂട്ടാനായി കാന്താരിമുളക് പറിക്കാൻ ചെന്നതാ. ഞാൻ ആദ്യം കണ്ടില്ല, പിന്നെ കണ്ടത് വലിയൊരു മഞ്ഞച്ചേര. എന്നെ കണ്ടതും ഒറ്റ പാച്ചിൽ എന്റെ കാലിന്റെ തൊട്ടടുത്തൂടല്ലയോ പാഞ്ഞു പോയത്. അത്രേ ഉള്ളൂ. അമ്മച്ചിയുടെ മുഖം കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു വലിയ രാജവെമ്പാലയായിരിക്കുമെന്ന്. ഇല്ലെങ്കിൽ ആലീസിന് പാമ്പ് പട്ടി എന്നൊന്നും കേട്ടാൽ തെല്ലും ഭയമില്ല. സൗന്ദര്യം പോലെ തന്നെ അപാര മനക്കെട്ടിയും ഉണ്ട് അവൾക്ക്. എന്നാൽ അമ്മച്ചിയും ലീനമോളും അങ്ങനെയല്ല, വെറും തൊട്ടാവാടികളാണ്.
ആലീസിന് അപ്പന്റെ ധൈര്യമാണ് കിട്ടിയതെന്ന് വല്യമ്മച്ചി എപ്പോഴും പറയാറുള്ളതാണ്. ആലീസിന്റെ ഏറ്റവും അടുത്ത കൂട്ടുകാരിയാണ് ഷഹന. അവരുടെ വീടിന്റെ 4ാമത്തെ വീടാണ് ഷഹനയുടെ വീട്. വീടല്ല, വലിയൊരു ബംഗ്ലാവ് എന്ന് തന്നെ പറയാം. ആ നാട്ടിലെ തന്നെ ഏറ്റവും വലിയ സമ്പന്നനായ മുനീർക്കയുടെയും സൈനാത്തയുടെയും മൂത്ത മകളാണ് ഷഹന. അവൾക്കൊരു അനിയനും കൂടിയുണ്ട്, ഷാഹുൽ. തലമുറകളോളം കഴിയാനുള്ള സ്വത്തുകൾ ഉണ്ടവർക്ക്. അതിൻ്റെതായ ഒരു ജാടയോ ഈഗോയോ അവൾക്കില്ല. നല്ല വിനയവും അടക്കവുമുള്ള കുട്ടിയാണവർ. ആലീസും ഷഹനയും ഒരേ ക്ലാസ്സിൽ അടുത്തടുത്താണ് ഇരിക്കുന്നത്. 1ാം ക്ലാസ് മുതൽ അവർ ഒരുമിച്ച് ഒരു ക്ലാസ്സിലാണ് പഠിച്ചു വരുന്നത്. ഇരുവരും പഠിക്കാൻ മിടുക്കികളാണ്. അതുകൊണ്ട് തന്നെ അധ്യാപകർക്കെല്ലാം വലിയ ഇഷ്ടമാണ് രണ്ടാളെയും. അവർ ഒരുമിച്ചാണ് നടക്കാറ്. കല്യാണം പോലുള്ള ചടങ്ങുകൾക്ക് പോകുമ്പോൾ ഷഹനയുടെ വിലപിടിപ്പുള്ള വസ്ത്രങ്ങളും ആഭരണങ്ങളും അണിഞ്ഞുകൊണ്ടാണ് ആലീസ് പോകുന്നത്. അവൾക്കതൊന്നും വേണമെന്നില്ലെങ്കിലും ഷഹന തന്നെ നിർബന്ധിച്ച് ധരിപ്പിക്കും. ഞായറാഴ്ചകളിൽ പള്ളിയിലെ ടോണിയുടെ കാത്തിരിപ്പിന്റെ കാര്യവും ഷെഹനയോട് ആലീസ് പറഞ്ഞപ്പോൾ അവളുടെ പിറകെയും അവൻ ഒലിപ്പിച്ച് നടക്കാറുണ്ടെന്നും ആ നാട്ടിലെ കാണാൻ കൊള്ളാവുന്ന പെൺപിള്ളേരുടെ പിറകെ നടക്കലാണ് അവന്റെ പണിയെന്നും ഷെഹന പറഞ്ഞു. അങ്ങനെ കാലങ്ങൾ കടന്നുപോയി. ഇന്ന് ആലീസ് ഡിഗ്രിക്ക് പഠിക്കുന്നു, ഒപ്പം ഷെഹനയും ഉണ്ട്. 2ാം വർഷം ഡിഗ്രിക്ക് പഠിക്കുമ്പോഴാണ് ഷെഹനയ്ക്ക് നല്ലൊരു ആലോചന വരുന്നത്. അവരെക്കാൾ സമ്പന്ന കുടുംബം, ഒറ്റ മോൻ, ആവശ്യത്തിന് സ്വത്ത്. പിന്നെ അവളെ തുടർന്ന് പഠിപ്പിച്ചോളാം എന്ന വാക്കിൽ ഒന്നും ആലോചിക്കാതെ അവർ അവരുടെ കല്യാണം നടത്താൻ തീരുമാനിച്ചു. അന്നേ വരെ ആ നാട്ടിൽ കാണാത്തൊരു വലിയ ആഘോഷ കല്യാണമായിരുന്നു അത്. എല്ലാത്തിനുമൊപ്പം ആലീസും ഉണ്ടായിരുന്നു, അവൾക്കരികെ തന്നെ. കല്യാണം കഴിഞ്ഞ് വീണ്ടും ഷഹന കോളേജിലെത്തി. ആലീസുമായി അടിച്ചു പൊളിച്ചു നടക്കുന്നു. വിശേഷങ്ങളെല്ലാം അവൾ ആലീസുമായി പങ്കുവെച്ച്. ആദ്യമൊക്കെ നല്ല സന്തോഷമുള്ള കാര്യങ്ങളാണ് അവർ ആലീസിനോട് പറഞ്ഞിരുന്നത്. 5 മാസം കഴിഞ്ഞപ്പോഴേക്കും അവൾ തീരെ കോളേജിൽ വരാറായി. എന്നാൽ വിശേഷങ്ങളൊക്കെ അവൾ ഫോണിൽ വിളിച്ച് ആലീസിനോട് പറയുമായിരുന്നു. ആദ്യമൊക്കെ പഠിക്കുന്നതിനും എല്ലാ കാര്യങ്ങൾക്കും അമ്മായിയമ്മയ്ക്ക് കുഴപ്പമില്ലായിരുന്നു എന്നും വലിയ സ്നേഹമായിരുന്നു എന്നും പിന്നെ പതുക്കെ പതുക്കെ അവളോട് ദേഷ്യപ്പെടുമെന്നും ദേഹോപദ്രം ചെയ്യുമെന്നും കെട്ടിയോനും അമ്മായിയമ്മയും പറയുന്നതാണ് അനുസരിക്കേണ്ടതെന്ന് കുടിച്ചിട്ട് വന്നിട്ട് അയാളും അവളെ ഉപദ്രവിക്കുമെന്നുമൊക്കെ അവൾ ആലീസിനോട് പറഞ്ഞിരുന്നു. കോളേജിൽ ആലീസിന് അവളില്ലാതെ പറ്റാതെ ആയിരുന്നു. തികച്ചും ഒറ്റപ്പെട്ട ഒരവസ്ഥ. അങ്ങനെ ഏറെ താമസിക്കാതെ ഒരു ദിവസം കോളേജ് കഴിഞ്ഞ് വീട്ടിലെത്തിയപ്പോഴാണ് ആ വാർത്ത കേട്ട് അവൾ ഞെട്ടിത്തെറിച്ചു പോയത്. അവളുടെ ആ പ്രിയ കൂട്ടുകാരി ഭർത്താവിന്റെ വീട്ടിൽ വെച്ച് മരിച്ചു എന്ന വാർത്ത. ഹൃദയാഘാതമാണെന്നാണ് എല്ലാവരും പറഞ്ഞിരുന്നത്. എല്ലാവരും ഒരു സ്വാഭാവിക മരണമായാണ് വിശ്വസിച്ചു പോന്നത്. അങ്ങനെ കാലങ്ങൾ കടന്നുപോയി. ഷഹനയുടെ വീട്ടുകാർക്ക് ഭർത്താവിന്റെ അയൽക്കാരിൽ നിന്നും ചിലതൊക്കെ അറിയാനിടയായി. കൂടാതെ ആലീസും ചില സത്യങ്ങൾ അവരെ ധരിപ്പിച്ചു. സത്യങ്ങൾ അറിഞ്ഞ് അവർ കേസിന് പോയി. ഒടുവിൽ CBI അന്വേഷണം വന്നു. മറവ് ചെയ്യപ്പെട്ട മൃതദേഹം വീണ്ടും എടുത്ത് പോസ്റ്റ്മോർട്ടത്തിന് അയച്ചു. അതിന്റെ റിസൾട്ടിൽ മാരകമായ വിഷം അകത്തു ചെന്നിട്ടാണ് അവൾ മരണപ്പെട്ടതെന്ന കാര്യം തെളിഞ്ഞു. പോലീസ് അവളുടെ ഭർത്താവിനെയും അമ്മായിയമ്മയെയും കസ്റ്റഡിയിലെടുത്ത് ഇരുമ്പഴിയിലാക്കി. ആ നാടു നടക്കിയ ഒരു സംഭവമായിരുന്നു അത്. വഴിയോരങ്ങളിലും കൃഷിയിടങ്ങളിലും കടകളിലും ഇത് വലിയ ചർച്ചാ വിഷയമായി. അങ്ങനെ കാലം വീണ്ടും മുന്നോട്ട് പോയി. ഷഹനയുടെ സ്വന്തം വീടിന്റെ പരിസരത്ത് അർദ്ധരാത്രിയിൽ ഒരു പെൺകുട്ടിയുടെ കരച്ചിൽ കേൾക്കാറുണ്ടെന്ന വാർത്ത ആ നാട് മുഴുവനും പാട്ടായിരുന്നു. സന്ധ്യ കഴിഞ്ഞാൽ ആ വഴി ആരും ഒറ്റയ്ക്ക് പോകാൻ കൂട്ടാക്കിയിരുന്നില്ല. നട്ടുച്ച നേരങ്ങളിലും പാതിരാത്രി നേരങ്ങളിലും ആ വഴി വരുന്ന വാഹനങ്ങൾ ആക്സിഡന്റ് ആവൽ പതിവായി. ഇത് ആലീസിന്റെ വീട്ടുകാരും അറിഞ്ഞു. ആ വഴിയൊന്നും ഒറ്റയ്ക്ക് പോകരുതെന്ന് വല്യമ്മച്ചി ആലീസിനോടും ലീനമോളോടും ഉപദേശിച്ചിരുന്നു. എന്നാൽ ആലീസിന് അതിലൊന്നും വലിയ വിശ്വാസം ഉണ്ടായിരുന്നില്ല. ആലീസ് ഡിഗ്രി ഫസ്റ്റ് ക്ലാസ്സോടെ പാസ്സായി. വീട്ടിൽ അവർ എല്ലാവർക്കും വലിയ സന്തോഷമായിരുന്നു അവളുടെ വിജയം. അവൾ അമ്മച്ചിയും അനിയത്തിയും കൂട്ടി പള്ളിയിൽ ചെന്ന് അച്ഛനോട് അനുഗ്രഹം വാങ്ങി. അവർ പള്ളിയിലേക്ക് കയറുന്നത് ദൂരെ നിന്നുകൊണ്ട് ടോണി കാണുന്നുണ്ടായിരുന്നു. അമ്മച്ചിയും ലീനയും അച്ഛനോട് സംസാരിച്ചിരിക്കവേ അവർ കാണാതെ ടോണി ആലീസിനോട് സംസാരിച്ചു. വളരെ മാന്യമായി തന്നെ അവളുടെ വിജയത്തിന് അനുമോദനവും അറിയിച്ചുകൊണ്ട് അവൻ പെട്ടെന്ന് തന്നെ കാർ ഓടിച്ചു പോയി. അങ്ങനെ ഒരു വ്യാഴാഴ്ച രാത്രി അച്ഛൻ വീട്ടിലെത്തുന്ന സമയം കഴിഞ്ഞിട്ടും എത്താത്തതിൽ മേരിയും ലീനമോളും ആകെ പേടിച്ചിരിക്കുകയായിരുന്നു. ഉടനെ തന്നെ സ്കൂട്ടിയും എടുത്ത് ആലീസ് അച്ഛനെ തേടി ഇറങ്ങി. ഇതിനിടയിൽ ജോസേട്ടൻ മദ്യപാനമൊക്കെ കഴിഞ്ഞ് വീട്ടിലേക്ക് ഒരു ഓട്ടോയിൽ പോയിരുന്നു. ആലീസ് ഇക്കാര്യം അറിഞ്ഞിരുന്നില്ല. അവൾ തിരികെ ഷഹനയുടെ വീടിന്റെ വളവിൽ എത്തിയപ്പോൾ പാതിരാത്രിയോടടുത്തിരുന്നു. ഒരു കരച്ചിൽ കേട്ട് ആദ്യം അവൾക്ക് തോന്നിയതാകുമെന്ന് കരുതി വണ്ടി നിർത്തി. വീണ്ടും ആ കരച്ചിൽ അവളുടെ ചെവിയിലെത്തി. അതെ, തന്റെ പ്രിയ കൂട്ടുകാരിയുടെ സ്വരമാണത്. അവൾ വണ്ടി പെട്ടെന്ന് സ്റ്റാർട്ടാക്കി പോന്നു. അവളുടെ പിറകിൽ ആരോ ഇരിക്കുന്നത് പോലെ ഒരു ഭാരം അവൾക്ക് അനുഭവപ്പെട്ടു.
പെട്ടെന്ന് ഒരു അദൃശ്യ രൂപം അവളിലേക്ക് ലയിച്ചു ചേരുന്നതായി അവൾക്ക് തോന്നി. വീട്ടിലെത്തി അവൾ പെട്ടെന്ന് മയക്കത്തിലേക്ക് ചാഞ്ഞു. നേരം വെളുത്തപ്പോൾ അമ്മച്ചി വിളിച്ചു. എടി ആലീസേ, ഞാൻ പശുവിനെ കറക്കാൻ പോവുക, നീ അടുപ്പത്തിരിക്കുന്ന കറിയൊന്ന് നോക്കിക്കോണേ. മറുപടിയില്ല. മേരി ചേച്ചി പശുവിനെ കറന്ന് പാലുമായി കുപ്പികളിൽ നിറച്ച് അടുക്കളയിലേക്ക് ചെന്ന് അടുക്കളയിലിരിക്കുന്ന കറി ഇതുവരെ വാങ്ങി വെച്ചിട്ടില്ല. കറിയൊക്കെ വെന്തു പോയിരിക്കുന്നു. ദേഷ്യത്തോടെ മേരി ചേച്ചി വീണ്ടും ആലീസിന്റെ മുറിയിലേക്ക് ഓടിച്ചെന്നു. എടി ആലീസേ, നീ എന്നാ ഉറക്കമായത്? ആലീസേ, എണ്ണീക്കടി. ആലീസ് മെല്ലെ കണ്ണുകൾ തുറന്നു. അവൾക്കൊന്നും ഉരിയാടാൻ കഴിഞ്ഞില്ല. മേരി ചേച്ചിക്ക് ദേഷ്യം കൂടി വന്നു. എടി, നിനക്കെന്താ ചെവി കേൾക്കില്ലേ ആലീസേ? ആലീസേ, എന്താ നീ എണ്ണീക്കാൻ വൈകുന്നേ? ഞാൻ നിങ്ങളുടെ ആലീസ് അല്ല. അവൾ ഗൗരവത്തിൽ മറുപടി പറഞ്ഞു. ആദ്യം തമാശയാണെന്ന് കരുതിയ മേരി ചേച്ചി പിന്നീട് അവളുടെ സംസാര രീതിയും മാറ്റങ്ങളും അവരെ ഭയപ്പെടുത്തി. ഉടനെ തന്നെ വല്യമ്മച്ചി എത്തി അവൾക്ക് കാര്യം പിടികിട്ടി. നമ്മുടെ ആലീസിന്റെ ശരീരത്തിൽ അവളുടെ കൂട്ടുകാരിയുടെ ആത്മാവ് കയറി പറ്റിയിരിക്കുന്നു. ദുർമരണം നടന്ന ആത്മാവ് പോകില്ല. അത് അവിടിവിടങ്ങളിൽ ഗതി കെട്ടാതെ അലഞ്ഞു നടക്കും. പിന്നീട് അവർക്ക് ജീവിതത്തിൽ ഏറ്റവും പ്രിയപ്പെട്ടവരുടെ ശരീരത്തിൽ കയറി കൂടും. അതാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. അങ്ങനെ മരുന്നും മന്ത്രങ്ങൾ കൊണ്ടും ഒരു പരിധി വരെ ആലീസിനെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്നു. എന്നാൽ അവളുടെ ദേഹത്ത് കൂട്ടുകാരിയുടെ ആത്മാവ് കയറിയത് ആ നാട്ടിലാകെ പാട്ടായി. ബന്ധുക്കൾ പോലും ആലീസിനോട് സംസാരിക്കാനോ മുന്നിൽ വരാനോ കൂട്ടാക്കിയില്ല. എല്ലാവരും അവളെ ഒരു ഭ്രാന്തിയെ പോലെ കാണാൻ തുടങ്ങി. കാലങ്ങൾ കടന്നുപോയി. അവൾക്ക് വിവാഹപ്രായമെത്തി. വിവാഹാലോചനകൾ എത്തി തുടങ്ങി. വരുന്ന ചെക്കന്മാരെല്ലാം ആലീസിനെ വലിയ ഇഷ്ടമായെങ്കിലും നാട്ടിൽ അന്വേഷിച്ചപ്പോൾ ഇക്കാര്യം പറഞ്ഞ് മുടക്കൽ പതിവായി. മേരി ചേച്ചിക്കും ജോസേട്ടനും ഇനി എന്ത് ചെയ്യുമെന്ന് അറിയാതെ അസ്വസ്ഥതയുമായി. ലീനമോളും വിവാഹപ്രായമായി വരുന്നു. ആലീസിന്റെ കെട്ട് കഴിഞ്ഞിട്ട് വേണം അവൾക്ക് ആലോചന തുടങ്ങാൻ. ഇതിനിടയിലും ഞായറാഴ്ചകളിൽ പള്ളിയിൽ എത്താറുണ്ടായിരുന്നു ആലീസ്. ടോണിയും അവളോട് സംസാരിക്കാനായി പലവട്ടം ശ്രമിച്ചു കൊണ്ടിരുന്നു. അമ്മച്ചിയും ലീനയും കൂടെ ഉള്ളത് കൊണ്ട് ആലീസിനോട് അവന് സംസാരിക്കാൻ കഴിയാറില്ല. എങ്കിലും കാണാൻ പറ്റാറുണ്ടല്ലോ. അവന് സന്തോഷമായി. ആലീസ് ഓരോ ദിവസവും കൊണ്ടുവരുന്ന കല്യാണാലോചനകളും മുടങ്ങിക്കൊണ്ടിരുന്നു. അതിനിടയിലാണ് ടോണിയുടെ അപ്പച്ചൻ ജിമ്മിച്ചായന്റെ മരണം. അതിരുവിട്ട മദ്യപാനവും തന്നിഷ്ട ജീവിതവും ജിമ്മിച്ചായനെ ഒരു മാറാ രോഗിയാക്കിയിരുന്നു. ഇപ്പോൾ ഇതാ മരണവും. ആലീസിന്റെ വീട്ടുകാരും അയാളെക്കുറിച്ച് സംസാരിച്ചിരുന്നു. ഒരുപാട് സ്വത്തുക്കളൊക്കെ ഉണ്ടായിട്ടും ഒറ്റ മകനല്ലേ ഉള്ളൂ എന്നൊക്കെ ജോസേട്ടൻ പറഞ്ഞുകൊണ്ടിരുന്നു. ഞായറാഴ്ച ആലീസും അമ്മച്ചിയും ലീനമോളും കൂടി പള്ളിയിൽ നിന്നിറങ്ങി അച്ഛനുമായി സംസാരിച്ചു തീർന്ന് വീട്ടിലേക്ക് നടന്നപ്പോൾ അവരുടെ ഇടയിലേക്ക് ടോണിയും അവന്റെ മമ്മിയും കൂടി വന്നു. ഞാൻ ലിൻഡ, ടോണിയുടെ മമ്മിയാണ്. ആലീസിനെ ഞാൻ ശ്രദ്ധിച്ചിരുന്നു. അവളുടെ പാട്ട് എനിക്ക് വലിയ ഇഷ്ടമാണ്. ഇപ്പൊ വന്നതിന്റെ ഉദ്ദേശം നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും എനിക്കറിയാം. എല്ലാം ടോണിമോൻ വന്ന് എന്നോടും പപ്പയോടും പറയുമായിരുന്നു. ഇവളെ അവന് വലിയ ഇഷ്ടമാണ്. ഇനി ഇവൻ മാത്രമാണ് എനിക്കുള്ളത്. നിങ്ങളുടെ ആലീസ് മോളെ എനിക്ക് വേണം, എന്റെ ടോണിയുടെ പെണ്ണായിട്ട്. അടുത്ത ശനിയാഴ്ച ഞങ്ങൾ വരുന്നുണ്ട് വീട്ടിലേക്ക് പെണ്ണ് ചോദിക്കാനായി. മേരി ചേച്ചിക്കും ലീനമോൾക്കും എന്താ സംഭവിക്കുന്നതെന്ന് മനസ്സിലായില്ല. അവർ തരിച്ചുപോയി. സ്വപ്നമാണോ യാഥാർത്ഥ്യമാണോ ഇതൊക്കെയെന്ന് തോന്നിപ്പോയി. ശനിയാഴ്ചയായി. 10 മണിക്ക് അവരുടെ വീടിന് മുറ്റത്ത് ഒരു ബെൻസ് കാർ വന്നു നിന്നു. കാറിൽ നിന്നും ലിൻഡയും ടോണിമോനും കുറച്ച് ബന്ധുക്കളും ഇറങ്ങി. കല്യാണ തീയതി നിശ്ചയിച്ചതിന് ശേഷം മേരി അവർക്കെല്ലാം ചായയും കൊടുത്ത് സൽക്കരിച്ച് മടക്കി അയച്ചു. കല്യാണ മുടക്കികളുടെ ഇടയിലൂടെ ആ കാർ പോകുന്നത് നോക്കി ആലീസ് അകത്ത് ജനലരികിൽ തന്നെ നിൽപ്പുണ്ടായിരുന്നു, ഒരു രാജകുമാരിയെ പോലെ.